ഇരിക്കുകയാണ്. ട്രെയിനിൽ കയറി എല്ലാം കറക്റ്റ് ടൈമായിരുന്നു. 7:55 AM എന്ന് പറഞ്ഞാൽ 7:55 AM തന്നെ പ്ലാറ്റ്ഫോമിലെത്തി. 7:57 അവിടുന്ന് ഡിപ്പാർച്ചറുമായി. അപ്പം എല്ലാം കറക്റ്റ് ടൈമിംഗ് ആണ്. അതുപോലെ സീറ്റ് ഒക്കെ നല്ല ഭയങ്കര കംഫർട്ടബിളാണ്. ഫ്ലൈറ്റിലൊക്കെ ഉള്ള അതേ സെയിം സീറ്റൊക്കെയാണ്. പിന്നെ കാല് വെക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്, വാട്ടർ ബോട്ടിലുണ്ട്, പിന്നെ ഫുഡ് ട്രേ ഉണ്ട്. അങ്ങനെ എല്ലാം ഒരു ഫ്ലൈറ്റിലെ അതേ എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. ഇരിക്കാനും ഒക്കെ AC കോച്ച് നല്ല കംഫർട്ടബിളാണ്. ഇവർ ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും സെർവ് ചെയ്തു. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഉള്ള പോലെ ടേക്ക് ഓഫ് കഴിയാനും അങ്ങനെയൊന്നും കാത്തു നിൽക്കണ്ടല്ലോ. അപ്പോൾ ട്രെയിൻ പുറപ്പെട്ടതേ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. പിന്നെ വെള്ളം, വാട്ടർ ബോട്ടിലെല്ലാം ഓരോരുത്തരുടെ സീറ്റിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഡെയിലി ന്യൂസ് പേപ്പർ നമുക്ക് വായിക്കാനായിട്ടുണ്ട്. അപ്പം കൈ തുടയ്ക്കാനായിട്ട് വെറ്റ് വൈപ്സൊക്കെ ഉണ്ട്. പിന്നെ നോക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് നോൺ വെജാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പം നോൺ വെജിൽ കട്ട്ലറ്റ്, സ്ക്രാമ്പിൾഡ് എഗ്സ് അതൊക്കെയാണ് ഉള്ളത്. അപ്പം ജിഞ്ചർ ടീ ഒക്കെ നല്ല സ്ട്രോങ് ജിഞ്ചർ ടീ ആണ്. സ്ക്രീനിൽ എല്ലാ ലാംഗ്വേജിലുമുള്ള നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റേഷൻ ഏതാണ്, എത്ര കിലോമീറ്റർ ഉണ്ട്. മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റുകൾ നോക്കിയിട്ട് സീറ്റിൻ്റെ അടിയിലാണ് അത് ഇരിക്കുന്നത്, ഹാൻഡ് റെസ്റ്റിൻ്റെ അടിയിലായിട്ട്. അല്ലാതെ ഫ്ലൈറ്റിലെ പോലെ ഇങ്ങനെ ഫ്രണ്ടിലോ പിന്നെ സൈഡിലോ ഒന്നുമല്ല. ഈ ഹാൻഡ് റെസ്റ്റിൻ്റെ അടിയിലായിട്ടാണ് സോക്കറ്റുകളെല്ലാം ഉള്ളത്. കോഴിക്കോട് സ്റ്റേഷന് 1 hour കൊണ്ട് നമ്മളെത്തി. പിന്നെ 7:57 കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇത് 8:54 ആയി. കോഴിക്കോട് സ്റ്റേഷൻ എത്താറായി. ഇപ്പോൾ 1 hour കണ്ണൂർ ടു കോഴിക്കോട്. ഡെയിലി ന്യൂസ് പേപ്പേഴ്സ്, ദ ഹിന്ദു, മലയാള മനോരമ ഒക്കെ ഇവിടെ നമ്മളെ സീറ്റിൽ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് വളരെ കംഫർട്ടബിൾ